അപ്പോൾ ശിക്ഷ, കൽപ്പോ, വ്യാകരണം, നിരുക്തം, ഈ ധാതുക്കളിൽ നിന്ന് പ്രത്യയത്തിൻ്റെ ചേർച്ച കൊണ്ട് ശബ്ദങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ വേദത്തിൽ എല്ലാ ശബ്ദങ്ങളും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. 2, അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെയും വേദത്തിൻ്റെ സന്ദർഭമനുസരിച്ച് വിവിധാർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം കേവലം വ്യാകരണ ജ്ഞാനം കൊണ്ട് വേദം മനസ്സിലാവില്ല. അപ്പം എന്ത് വേണം വെച്ചാൽ വേദത്തിൽ ഉപയോഗിക്കപ്പെട്ട ശബ്ദങ്ങളുടെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് നിരുക്തം. വൈദികങ്ങളായ പദങ്ങളുടെ അർത്ഥങ്ങളെ നിശേഷേണ ഉക്തമാവുന്നത്, അതാണ് നിശേഷേണ ഉച്യതേ, നിശേഷേണ പറയപ്പെടുന്നു പദാർത്ഥങ്ങൾ, അതാണ് നിരുക്തം. അവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ടത് യാസ്ക മഹർഷിയെയാണ്. യാസ്ക മഹർഷി പൂർവാചാര്യന്മാരെ സ്മരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പക്ഷേ അത് നമുക്ക് കണ്ടു കിട്ടിയിട്ടില്ല. യാസ്ക നിരുക്തത്തിന് ധാരാളം മതി.